6 സീറ്റുകൾ വരെ നല്ല മത്സരമാണ് നടക്കുന്നതെന്ന് പറയുന്നു. മാത്രമല്ല ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു, ഇന്ത്യ ടുഡേയുടെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് വേണ്ടി വന്നാൽ 4 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുകൂടി പറയുന്നു. കേരളത്തിൽ നേടി വന്നാൽ 4 ഏജൻസികളും 3 മുതൽ 4 സീറ്റുകൾ വരെ LDF നേടിയേക്കാം എന്ന് പറയുന്നു. ടുഡേസ് ചാണക്യ പറയുന്നത് LDF 20%, BJP 28% എന്നാണ്. LDF 20%. ഓക്കെ, ഫൈൻ. അതാണ് കണക്കുകൾ യഥാർത്ഥത്തിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയുമായി പൊരുത്തപ്പെടുന്നില്ല. കേരളത്തിൻ്റെ ഇതൊരു ടെസ്റ്റ് ഡോസായി എടുത്താൽ പോലും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് 12% വർധനവാണ് ഒരൊറ്റ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കുണ്ടാകുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അടിയൊഴുക്ക് കാണണമല്ലോ. എവിടെയാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അങ്ങനെ 12% സർജ്? 10 ലക്ഷത്തിലധികം വോട്ടർമാർ സ്വിങ് ചെയ്യണം. 10 lakhs. അല്ല, പൊതുവെ EP ജയരാജന്റെ വായിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച ക്വസ്റ്റ്യൻ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതാണ്. അതെ, പക്ഷെ അതിന് മുൻപ് കട്ടായി. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കില്ല എന്ന് പറയുന്നു. ഇത് മാത്രവുമല്ല, സംശയാസ്പദം എന്ന് പറയുന്നതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇനി കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കണം. കൗണ്ടിങ്ങിന്റെ വരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അടക്കമുള്ള അട്ടിമറികൾ നടക്കാനുള്ള സാധ്യതയെ കരുതിയിരിക്കണം എന്ന് കൂടിയാണ് EP ജയരാജൻ പറയുന്നത്. ഇത് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുക, എക്സിറ്റ് പോൾ ഫലങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നു BJP എന്നതാണ് എന്റെ ആരോപണമല്ല. മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും BJPക്കൊപ്പമാണ് എന്നുള്ള നേരത്തെ തന്നെയുള്ള ആരോപണമാണ്. പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നതാണ്. പ്രതിപക്ഷം മാധ്യമങ്ങളുടെ സഹായം തേടിയിട്ടില്ല, മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ സഹായിച്ചിട്ടില്ല എന്ന വാദം അവർ ശക്തമായി ഉന്നയിക്കുന്നു. അതിനിടയ്ക്കാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും എല്ലാ മാധ്യമങ്ങളും ഒരേ രീതിയിൽ കൊടുക്കുന്നത്. നോക്കൂ, പക്ഷേ ഈ ക്യാമ്പയിൻ വേളയിൽ ഉടനീളം നമ്മൾ കണ്ടത് എന്താണ്? ഈ വിദ്വേഷ പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങൾ അതൊക്കെ പറയുന്നു എന്ന് പറയുന്നു. അതേക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ. നോക്കൂ, ടെലിവിഷൻ ഡിബേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2.5 മാസത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഡിബേറ്റ്സ് നടന്നിട്ടുള്ളത് ആന്റി മോദി, ആന്റി BJP ആണ്. കേരളവും ഇന്ത്യയിലാണല്ലോ മാഡം. അപ്പോൾ മറ്റ് മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളുടെ കാര്യത്തിൽ ദേശീയ മാധ്യമങ്ങളും നമ്മൾ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തല്ലോ. ദേശീയ മാധ്യമങ്ങളും ട്രെൻഡ് മനസ്സിലാക്കി മാറ്റി ചവിട്ടുന്നുവെന്ന്. കഴിഞ്ഞ 6ാം ഘട്ടം 5ാം ഘട്ടം അതൊക്കെ നടക്കുമ്പോഴും ദേശീയ മാധ്യമങ്ങളും നരേന്ദ്രമോദി പറഞ്ഞതിനെതിരെ, പ്രത്യേകിച്ചും ഈ April 21 പ്രസംഗത്തിന് എതിരെയുള്ള നറേറ്റീവ് നാഷണൽ മീഡിയയിൽ അടക്കം വന്നിരുന്നു. വലിയ രീതിയിൽ അത് ചർച്ചയായി. അതായത് ഒരു 5ാം ഘട്ടം വരെ കിട്ടിയിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഒന്നും BJPക്കോ അല്ലെങ്കിൽ മോദിക്കോ കിട്ടിയിട്ടേയില്ല. 6th and 7th ഫേസസ് അങ്ങനെയായിരുന്നു ചർച്ചകൾ. മാധ്യമങ്ങൾ പോലും അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷേ അതേ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ BJPക്ക് അനുകൂലമായി വരുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് ഡോക്ടർ അരുൺ? ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഇത് ശരിയാണ്, എന്റെ അഭിപ്രായമല്ല, ഇത് ഇന്ത്യ മുന്നണിയുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഗ്രൗണ്ട് റിയാലിറ്റി ഈ എക്സിറ്റ് പോളുകളുമായി മാച്ച് ചെയ്ത് പോകുന്നില്ല. ദാറ്റ്സ് മൈ ടേക്ക്. അത് പറയാനുള്ള കാരണം കേരളത്തിന്റെ മാത്രം എക്സാമ്പിൾ എടുത്തുകൊണ്ട് 12% വോട്ട് ഷിഫ്റ്റ് BJPക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നും LDFും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 2% ആകുമെന്നും കേരളത്തിലുടനീളം യാത്ര ചെയ്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതൊരു പക്ഷേ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ ഒരു വോട്ട് സർജ് ഉണ്ടാവാം. അവിടെ ശരിയാണ്, ഒരു 28%, 30% വരെ വന്നേക്കാം. പക്ഷേ ബാക്കിയുള്ള മണ്ഡലങ്ങൾ നോക്കൂ, മലപ്പുറവും പൊന്നാനിയും പാലക്കാട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ബാക്കിയുള്ള മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് പെർസെൻസ് വളരെ താഴെയാണ്. ഇവിടെയാണ് 12% വർധന. അത് ഞാൻ പറയുന്നത് CPM ഇടതുപക്ഷമായിട്ട് 2-3% വ്യത്യാസം മാത്രമേ ഉള്ളൂ. 27-29 ചില സ്ഥലങ്ങളിൽ പിന്നെ LDFിനേക്കാളും മുൻപിലാണ് BJP. 2% മാത്രമല്ല, ആറ്റിങ്ങളിലെ വലിയ വോട്ട് ഷിഫ്റ്റിനെ കുറിച്ച് പറയുന്നു. ചാണക്യയിൽ പറയുന്നത് 20-28 BJPക്കാണ് പറയുന്നത്. എനിക്കൊന്നും അത് ടോട്ടലി ഔട്ട്ലെയർ എന്ന് നമുക്ക് 4 സീറ്റും അത് ഈ പ്രവചനത്തിന്റെ ഒരു പരിധിയിലും ഒരു ശാസ്ത്രീയമായ മാനദണ്ഡവും ചാണക്യാണ് എന്നുള്ളിടത്താണ് അവിടെയാണ് സംശയമുള്ളത്. പക്ഷേ ബാക്കിയുള്ള 9 ഏജൻസികളിൽ ഇപ്പോഴും നമ്മൾ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് എക്സിറ്റ് പോളിൽ നിൽക്കുന്നതിന്റെ കാരണം അവരുടെ സ്ട്രൈക്ക് റേറ്റ്, ആക്യുറസി റേറ്റ് ഏറെക്കുറെ ശരിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറെക്കുറെ നമ്മൾ NDTVയുടെ പോൾസ് എടുത്ത് നോക്കിയാലും 350-അപ്പുറമാണ് ഡിജിറ്റ് അവർ പറയുന്നത്, 350 above. അല്ല, പക്ഷെ കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഗ്രോത്ത് വളരെ നിശ്ചയമായും BJP കാണിക്കുന്നുണ്ട്. ആ റിയാലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. BJP ഇപ്പോൾ 15% 2021 BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. അത് ഞാൻ പ്രതീക്ഷിച്ചത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 3-4% വരെ ഉയരാം. അതായത് ഒരു 19% വരെ ഉയരാം. അതെ, അങ്ങനെയാണെങ്കിൽ 20% വരെ എത്തുകയാണ് എങ്കിൽ കേരളത്തിൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു പാർട്ടിയാണ്. സാർ, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിൽ ഗ്രോത്ത് ഉണ്ടെന്നുള്ളതൊരു ഫാക്റ്റാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങൾക്കും അതോടൊപ്പം തന്നെ വിലയിരുത്തുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തേക്കാം. ജൂൺ 4-ന് ശേഷം ചിത്രം ഞാനിപ്പോ പറഞ്ഞു തുടങ്ങിയത് കേരളത്തില് BJP ഒരു ഗ്രോത്ത് കാണിക്കുന്ന പാർട്ടിയാണെന്ന് വ്യക്തമായി പറയുകയാണ് ചെയ്തത്. ഞാൻ അംഗീകരിക്കുകയോ പ്രശ്നമല്ല, എന്റെ അംഗീകാരത്തിന്റെ പ്രശ്നമല്ല അത്. എന്ന് മാത്രവുമല്ല, 15% ആയിരുന്നത് ദാറ്റ് വിൽ ബി റീച്ചിങ് 17-80% എന്നാണ് ഞാൻ ആദ്യം മുതൽ തന്നെ എടുത്തിരിക്കുന്ന നിലപാട്. 17-18% പക്ഷേ
ഈ പറയുന്ന 12% വളർച്ച എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ഒരു പ്രയാസം. അവിശ്വസനീയമാണ്, നിലവിൽ അവിശ്വസനീയമാണ്, ഗ്രൗണ്ട് റിയാലിറ്റിയുമായി മാച്ച് ആവാത്തതുമാണെന്നുള്ളതാണ്. 12% വേരിയേഷൻ ഈ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളിൽ ഉണ്ടെങ്കിൽ BJP-യുടെ 2 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് ഏകദേശം അത് കൃത്യമായി കൂടാ. പിന്നെ പ്രശ്നമില്ല. ആ ടാലി കറക്റ്റ് ആകുകയാണെങ്കിൽ they will get 2 seats. സർ നോക്കൂ, 5% വർധനമാണെങ്കിൽ പോലും BJP-ക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരവും തൃശ്ശൂരും എടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. 5% ഗ്രോത്ത് ആണെങ്കിൽ പോലും. 5%. കാരണം നിലവിൽ തൃശ്ശൂരും തിരുവനന്തപുരവും ടൈറ്റ് ആയിട്ടുള്ള ഒരു 3 കോർണർ ഫൈറ്റ് ആണ്. ത്രികോണ മത്സരം നടക്കുന്നതാണ്. ആ ടൈറ്റ് ആയിട്ടുള്ള ത്രികോണ മത്സരത്തിലെ ഏത് വോട്ട് ഷിഫ്റ്റും വളരെ നിർണായകമാണ്. 35% താഴെ മതി ഏതു കക്ഷിക്കും. 35% താഴെ മതി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു 5% വർധനവ് BJP-ക്ക് കേരളത്തിലുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും തിരുവനന്തപുരവും തൃശ്ശൂരും BJP അക്കൗണ്ട്. അല്ല അരുൺ, ഇതിനകത്തൊരു കാര്യം ചില തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം 11% ലീഡാണുള്ളത് അല്ലെ. കോൺഗ്രസും BJP-ക്കും ഇടയിലുള്ള മാർജിൻ എന്ന് പറയുന്നത് 11% ആണ്. ഒരു ഓൾമോസ്റ്റ് 1 lakh വോട്ട്. 6% കിട്ടിയാൽ മതി. 6% കിട്ടിക്കഴിഞ്ഞാൽ, അതായത് രാജീവ് ചന്ദ്രശേഖർ 6% കൂടുതൽ നേടുകയാണെങ്കിൽ നാച്ചുറലി ആ പിന്നെ ശശി തരൂരിന്റെ 5% താഴുകയാണ്. 1% ഡിഫറൻസ് വരികയാണ്. അപ്പം അരുൺ പറഞ്ഞ കണക്ക് 6% വോട്ട് തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പിടിക്കാൻ കഴിഞ്ഞാൽ ഈസി വിക്ടറി. അത് ഉണ്ണിബാലകൃഷ്ണന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 31% കഴിഞ്ഞ പ്രാവശ്യം BJP-ക്ക് തിരുവനന്തപുരത്ത് വോട്ട് ഷെയർ ഉണ്ട്. 36% മാത്രമായാൽ മതി. 1 ലക്ഷത്തിന്റെ മാർജിൻ വേണ്ട, 50,000 മാർജിൻ. ഞാൻ പറഞ്ഞത് 6% എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ 11% ആണെങ്കിൽ 5%-ആയിട്ട് തരൂരിന്റെ മാർജിൻ കുറഞ്ഞു. 6%, 1% അഡ്വാൻറ്റേജ് രാജീവ് ചന്ദ്രശേഖർക്ക് വന്നു. തിരുവനന്തപുരത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി അത് കറക്റ്റ്. 15% മാർജിൻ ഉണ്ടെങ്കിൽ 12% പിടിച്ചിട്ടല്ല പിന്നെ മാർജിൻ ഉണ്ടാക്കും. നേരെ കഴിഞ്ഞ പ്രാവശ്യം CDവാറിനാണ് CPI അതിന്റെ സ്ഥാനാർത്ഥി എന്ന് ഓർക്കണം. പന്നിൻ രവീന്ദ്രൻ തന്നെയാണ്. അങ്ങനെ ത്രികോണ മത്സരം കൂടുകയുള്ളൂ. മാത്രമല്ല ശശി തരൂരിന് കഴിഞ്ഞ തവണ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന CPM-ന്റെ വോട്ടുകൾ ഇത്തവണ പന്നിൻ രവീന്ദ്രൻ വീഴുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ശശി തരൂരിന് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 50,000 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇടവേള കഴിഞ്ഞു വരട്ടെ. അതെ.